വിശദമായ വാർത്തകളിലേക്കാണ്. തൃശൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശം. നടത്തറ പൂച്ചട്ടി ഭവൻ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ മരം വീണു. ആളപായമില്ല. വില്ലടം, വിൽവട്ടം, ചേരൂർ മേഖലകളിലും മരം കടപുഴകി വീണ് വ്യാപക നാശനഷ്ടമുണ്ടായി. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്? വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, രാവിലെയായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിൽ മിന്നൽ ചുഴലി തൃശൂർ ജില്ലയുടെ തൃശൂരിലെ വിവിധ ഭാഗങ്ങളിൽ വീശിയടിച്ചത്. ചേറൂര്, അതുപോലെ വിൽവട്ടം, വില്ലടം, പൂച്ചട്ടി ഈ മേഖലകളിലാണ് കൂടുതൽ ഈ മിന്നൽ ചുഴലി നാശം വിതച്ചത്. ഈ പൂച്ചട്ടിയിലുള്ള ഭവൻസ് സ്കൂളിലെ നിരവധി തേക്ക് മരങ്ങളാണ് കടപുഴകി വീണത്. രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ സ്കൂളിൽ ആക്കുവാൻ വേണ്ടി വന്ന ശേഷം പാർക്ക് ചെയ്തിരുന്ന 12ഓളം വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് ഈ വലിയ കൂറ്റൻ തേക്ക് മരങ്ങൾ കടപുഴകി വീണ ദൃശ്യങ്ങളിൽ കാണാം. വലിയ രീതിയിൽ ഈ വാഹനങ്ങൾക്കെല്ലാം കേടുപാടുകൾ സംഭവിച്ചു. ഒന്നിനു പുറകെ ഒന്നായി ഈ തേക്ക് മരങ്ങൾ കടപുഴകി വീഴുകയാണ്. ശക്തമായ മിന്നൽ ചുഴലിയാണ് ഈ മേഖലകളിലൊക്കെ വീശിയടിച്ചത്. ഈ വാഹനങ്ങളിൽ ആളുകൾ ഇല്ലാത്തതിനാൽ വലിയ ഒരു ദുരന്തമാണ് ഒഴിവായത്. മാത്രമല്ല, LKG കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറി ഉള്ള ആ കെട്ടിടത്തിന് മുകളിലേക്കും മരം വീണു. ഭാഗ്യവശാൽ അവിടെയും യാതൊരു അപകടവും ഉണ്ടായില്ല. ഈ പൂച്ചട്ടിക്ക് കൂടാതെ ചേറൂര്, വില്ലടം, വിൽവട്ടം മേഖലകളിലും ഈ മിന്നൽ ചുഴലി വീശിയടിച്ചിട്ടുണ്ട്. ചേറൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ കാറിന് മുകളിലേക്കും മരം വീണു. അതുപോലെ വില്ലടത്തുള്ള മിൽമയുടെ ഓഫീസിന് മുന്നിലും മരം വീണു. പലയിടത്തും റോഡുകളിൽ മരങ്ങൾ വീണ് കിടക്കുകയാണ്. വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ട്. ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള പണികളിലാണ്. മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പണികളിലാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ ഏർപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ പൂച്ചട്ടി സ്കൂളിലെ കാര്യമാണ് വലിയ ഒരു അപകടം. തലനാരിഴക്കൊക്കെ ഒഴിവായത്. കാറുകളിൽ ആളുകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ വലിയ ദുരന്തത്തിലേക്കൊക്കെ പോയിരുന്നതിനെ. മാത്രമല്ല, LKG കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറിയുടെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് മരം വീണു. വലിയ മരമാണ്, തേക്ക് മരങ്ങളാണ് കടപുഴകി വീണിട്ടുള്ളത്. അവിടെയും ഭാഗ്യവശാൽ കുട്ടികൾക്ക് പരിക്കില്ല എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും നിരവധി കാറുകൾ, രക്ഷിതാക്കളുടെ കാറുകളിലേക്ക് മുകളിലേക്കാണ് ഈ കൂറ്റൻ മരങ്ങളാണ്. തേക്ക് മരം എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അത്രയും വലിയ തടി ഉയരവുമുള്ള മരങ്ങളാണ്. ഈ മരങ്ങളാണ് ഇപ്പോൾ പൊടുന്നനെ പിന്നാലെയായി നിരവധി മരങ്ങൾ കടപുഴകി വീണത്. വലിയ കാറ്റാണ് ആ സമയത്ത് വീശിയടിച്ചത്. ആ ഒരു കാറ്റ് തന്നെയാണ് ഈ വില്ലടം മേഖലകളിലേക്കും എത്തിയത്. മിന്നൽ ചുഴലിയാണെന്നുള്ള ഒരു നിഗമനത്തിലാണ് ആളുകളുള്ളത്. കാരണം അത്രയും മരങ്ങൾ ഒരുമിച്ച് കടപുഴകി വീണമെങ്കിൽ വലിയ രീതിയിലുള്ള കാറ്റ് ആ മേഖലയിൽ വീശിയടിച്ചിട്ടുണ്ട്. വൈദ്യുത ബന്ധം താറുമാറിയിട്ടുണ്ട്. എന്തായാലും ആളപായമില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇതിൽ ആശ്വാസകരമായ കാര്യം. ശരി, വ്യക്തമാണ്. എന്തായാലും തൃശ്ശൂരിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. മിന്നൽ ചുഴലിയിലാണ് ഇത്തരത്തിൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. വലിയ മരങ്ങളൊക്കെയാണ് കടപുഴകി വീണിട്ടുള്ളത്. നടത്തറ പൂച്ചട്ടി ഭവൻ സ്കൂളിൻ്റെ കെട്ടിടത്തിന് മുകളിലേക്കും മരം വീണിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് മഴയാണ്, കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഒക്കെ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ മതിലിടിഞ്ഞ് വീഴുകയും മരം കടപുഴകി വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇനിയും ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ എന്നൊക്കെ പറയുന്നത്. എന്തായാലും വലിയ നാശനഷ്ടമാണ് പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.